എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? നന്നായിട്ട് തൊഴാൻ പറ്റി. നല്ല തിരക്കായിരുന്നു. ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ തിരക്ക് കാണാനിരിക്കുമോ? ആ തന്നെ ഒരു ജയരാജ് വിളിച്ചിരുന്നു ബോംബെ. വന്ന ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ശരി. അവിടെ ഹലോ, 26 മോർണിംഗ് ഫ്ലൈറ്റ് ദുബായ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ തിരുപ്പൂർ മില്ലിൽ നിന്നുള്ള ലോഡ് എത്തിയോ? ഇന്നലെ രാത്രി തന്നെ എത്തി. പിന്നെ അയ്യരെ, ഈ ആഴ്ച ഞാൻ ദുബായ് വരെ ഒന്ന് പോകും. ആ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അയ്യര് വേണം ശ്രദ്ധിക്കാൻ. ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, തിരുപ്പൂർ മില്ലിലെ പ്രോബ്ലംസ് അതൊക്കെ അയ്യരെ അഡ്വക്കേറ്റുമായി സംസാരിച്ച് ഡീൽ ചെയ്തോളൂ. ആ ഓഡിറ്റർ ഒന്ന് വരാൻ പറയണം. ഹലോ ഹലോ, ജയരാജ്, ഞാൻ എവിടെയാണ് വിളിക്കുന്നേ? അമ്മാവൻ പറഞ്ഞിരുന്നു. പിന്നെ വിഷ്ണുവോട് സംസാരിച്ചിരുന്നോ? അവൻ എന്ന് വരും? എൻ്റെ ദുബായ് റിട്ടേൺ ട്രിപ്പ് ബോംബെ വഴി തന്നെയാ. ഓക്കെ, ബൈ. ഓക്കെ. വിശേഷങ്ങൾ? എന്ത് വിശേഷം ഉണ്ടാകുക? നീ ഇവിടെ ഉണ്ടെങ്കിലല്ലേ വിശേഷങ്ങളുള്ളൂ. അപ്പൊ കാണാം. ഇവന്റെ കുത്തുകേസൊക്കെ ഇത്ര പെട്ടെന്ന് തീർന്നോ? നീ എന്താ വിചാരിച്ച്? നല്ല പിടിപാടല്ല അവന്. എന്നിട്ടെന്താ പിന്നെ ബിപിഎല്ലുകാരൻ അവിടെ ഇരുന്നില്ല. രാജപ്പനിട്ട് ഒന്ന് പൊട്ടിച്ച് ആള് സ്ഥലം വിട്ടു. അല്ല, ഇത്രയൊക്കെ നടന്നിട്ട് നിന്റെ അച്ഛനും അമ്മയൊന്നും പറഞ്ഞില്ലേ? പിന്നെ പറയാതെയാ. ആ നേരത്തെ അമ്മയുടെ കയ്യിലെങ്ങാൻ എന്നെ കിട്ടിയിരുന്നെങ്കിൽ കഥ കഴിഞ്ഞത് തന്നെ. പക്ഷെ പരമ പാവാ. പിന്നെ നാളെ ഞാൻ ബാംഗ്ലൂർക്ക് പോട്ടോ. ഒരാഴ്ച കഴിഞ്ഞ് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഫുള്ളി ചേഞ്ച് ബിക്കോസ് ഓഫ് വൺ റോമിയോ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വായി നോക്കിയെ കുറിച്ച്? തിരുവനന്തപുരത്തുള്ള അത് തന്നെ കക്ഷി. അവനെ ഒന്ന് വഹിക്കാൻ ഞാൻ തീരുമാനിച്ചു. നാളത്തെ യാത്രയും മറ്റു ചിരോളും എല്ലാം അവന്റെ വകയാ. വഹിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ മോളെ സൂക്ഷിക്കണം. വല്ല പ്രശ്നം ഉണ്ടായാ? എന്താ വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. അല്ല, ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇടപെട്ടോളാം. ആളെയും കാണിച്ചെന്നാ മതി. പിന്നെ അവന്റെ 5 അടി 5 ഇഞ്ചിലെ ഞങ്ങൾ സവാരി ഗിരിജി നടത്തും. വരുന്നു ഒരു വായി നോക്കി. എന്താ കൺമഷി കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്തത്? ഞാൻ ഇന്നലെ കൂടി ചേട്ടന്റെ സ്വപ്നം കണ്ടതേ ഉള്ളൂ. ചേട്ടൻ പനയുടെ മോളിൽ നിന്ന് തലയും കുത്തി വീണത്. ചേട്ടാ, ഇനിയെങ്കിലും പന കയറുമ്പോ സൂക്ഷിക്കണേ. ചാവുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണം. പിന്നെന്താ, കാണാലോ. വേണ്ട 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 വേണ്ട, നിങ്ങൾ അവിടെ വന്നാലേ ആകെ പ്രശ്നവും കേട്ടോ. ഇവൻ ഇവിടെ ഇരിക്കട്ടെ. കൺമഷി, കൺമഷി, വാ വാ വാ. പക്ഷെ ഒരു മിനിറ്റ്. എവിടെ വരെ ആയി? ഇത് നിന്റെ മൂമെന്റ്. അയ്യോ, കുതിര പോയല്ലോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ലോണം ആലോചിക്കട്ടോ. വാ പക്ഷേ. ആരാടാ അവിടെ? ആരാണെന്നാ ചോദിച്ചേ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഞങ്ങൾ എം എൻ നമ്പ്യാരെ കാണാൻ വന്നതല്ല, കൺമഷി വിളിക്കാൻ വന്നതാ. നിങ്ങളോടാരാ മതിൽ ചാടാൻ പറഞ്ഞത്? ഈ കോമ്പൗണ്ടിനകത്ത് കടക്കരുത് പറഞ്ഞിട്ടില്ലേ? എം എൻ നമ്പ്യാരെങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും പണ്ട് എംജിആറിനോട്. അത് ഞങ്ങളടുത്ത് വേണ്ട. പോകാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ എല്ലാത്തിനും മുട്ടിയാ തല്ലി ഓടിക്കും. അവിടെ ഇരുന്ന് പേടിപ്പിക്കാത്ത ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ നമ്പ്യാരെ. അധികം വിറപ്പിച്ചാലേ ഞങ്ങളെല്ലാരും കൂടി ഇവിടെ മൂത്രയിച്ച് നാട്ടിപ്പിച്ചാലും. ഒഴിക്കടി, ചോണേണ്ട ഒഴിക്കടി. ഒഴിക്കും, എല്ലാരും ഒഴിക്കും. എന്താ എന്താ നിന്ന ഞാൻ എന്താ കാട്ടണേ? അതെ, കൺമഷിയുടെ അപ്പം പറഞ്ഞോണ്ടാ ഇപ്പൊ ഞങ്ങൾ പോന്നത്, മനസ്സിലായോ? പോടാ. വാടാ.
ഇപ്പൊ വന്ന് വളരെ നന്നായി. ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തേരാം. കൊടുക്കണ്ട അവർക്കല്ല, ഇവക്ക. പരമു പാരയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. കേട്ടില്ലേ, അച്ഛനോട് എന്തൊരു ബഹുമാനം. ആ പോട്ടെ, ഞാൻ ഇരിക്കും. അതെ, ഇവരുടെ കൂടെ കളിച്ചാലേ എപ്പോഴും തോക്കും. പറ്റിയ ഒരാളെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താ? പിന്നെ ചായ, 2 ചായ. പോ പോ പോ, ചെല്ല്. നീ വിടിരുന്നേ. പിന്നെ കൺമശി ഉറങ്ങിയിട്ടില്ല. നിനക്ക് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ, അതിനല്ല. പിന്നെന്തിനാ? നമ്മുടെ ബ്രോക്കർ രാജപ്പൻ ഒരു ആലോചനയായിട്ട് വന്നിട്ടുണ്ട്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ, ഒറ്റ മകൻ, അമ്മ മാത്രമേ ഉള്ളൂ. പയ്യനെ ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു, തിരക്കേടില്ല. എന്താ വേണ്ടേ? അത് ഇത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? ചെറുക്കനോട് വന്ന് പെണ്ണിനെ കാണാൻ പറയേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു 10-10:30 ആകുമ്പോ പയ്യനെ വിടും. ആ നേരത്ത് കൺമഷി ഇവിടെ ഉണ്ടാവണം. തൽക്കാലം അവളോ പിള്ളേരോ വിവരം അറിയണ്ട, കുളവാക്കും. ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ശമ്പളം? മെഡിക്കൽ റപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം മരുന്നൊക്കെ കൈ കാണും. കാസ്റ്റ് ഉണ്ടാവുമോ? കൺമഷി, നീ പറഞ്ഞ സമയം കറക്റ്റ് അല്ലേ? 10:30 കഴിഞ്ഞല്ലോ. ഇനി വേറെ ഏതെങ്കിലും വഴിക്ക് പോയോ? ഏത് വഴിക്ക് പോവാൻ? നമ്മുടെ ഏരിയയിൽ ഇതിലേ അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതാ റെഡിയാക്കോ, വേഗം വേഗം വേഗം. 1 2 3 എങ്ങനെയുണ്ട് പഠിക്കാത്തപ്പ? ഇപ്പോഴും കൺമഷിയെ തന്നെ കല്യാണം കഴിക്കണം തോന്നുന്നുണ്ടോ? വരട്ടരുത്. അതെ, തടി കടാണ്ടെങ്കിൽ വന്ന വഴിക്ക് തിരിച്ചു കിട്ടോ. കൺമഷിയെ കല്യാണം കഴിക്കാനുള്ള മോഹായിട്ട് ഈ ഭാഗത്തേക്ക് വന്നേക്കരുത്, മനസ്സിലായോ? മെഡിക്കൽ റപ്പ്. മെഡിക്കൽ റപ്പ? ആരാ നിന്റെ മെഡിക്കൽ റപ്പ്? കൺമഷിയെ പെണ്ണു കാണാൻ വന്നതല്ലേ? ഏത് കൺമഷി? ഇടാ, എന്താടാ നിനക്കൊക്കെ? റോട്ടിൽ കയറി കെട്ടി വണ്ടി മറിച്ചിട്ടാണോ നിന്റെ കളി? എല്ലാറ്റിനെയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. ചെവിന് കൈ എടുക്കണോ? നീ ആരാ അത് പറയാൻ? കൺമഷി. ഓ, അപ്പൊ നീയാണ് ഇവരുടെ നേതാവ്. ഹലോ, എവിടേക്കാ? ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. സമാധാനം പറയട്ടെ താനോ? ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്തെന്നറിയോ? എല്ലാം നശിപ്പിച്ചില്ലേ? തന്നെ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? തോന്നിവാസം മുഴുവൻ കാണിച്ചിട്ട് ഇപ്പൊ കുറ്റക്കാരൻ ഞാനോ? താൻ അധികം ന്യായം പറയണ്ട. കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. അത് ദൈവാധീനാന്ന് വിചാരിച്ചോ? വിടാൻ നോക്ക്. നിക്കടി അവിടെ. നീ പോടാ പൂച്ചക്കണ്ണ.